ഹലോ, അൻഷാറാണ്. പല ബിസിനസ് ഓണേഴ്സിൻ്റെയും സെയിൽസ് പ്രൊഫഷണൽസിൻ്റെയും ഒരു വലിയ പ്രശ്നമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് സെയിൽസ് ഇല്ല എന്നുള്ളത്. ചില മാസം ഭയങ്കര സെയിലായിരിക്കും, ചില മാസം കുറവായിരിക്കും, അടുത്ത മാസം ഒന്ന് കൂടും, പിന്നത്തെ മാസം സെയിൽസ് ഉണ്ടാവില്ല, പിന്നത്തെ മാസം ഭയങ്കര സെയിലായിരിക്കും. ഇത് കമ്പനിയുടെ ബാലൻസിനെ തകർക്കും. ക്യാഷ് ഫ്ലോ ഇഷ്യൂസ് ഉണ്ടാവും. കമ്പനി വിചാരിച്ചതുപോലെ മൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു സെയിൽസ് പ്രൊഫഷണൽസിന് ശരിയായ രൂപത്തിൽ വിജയിച്ച് പോകാൻ പറ്റില്ല. ഇത് ഒരു വലിയ ഗൗരവമുള്ള പ്രശ്നമാണ്. അധിക ബിസിനസ് ഓണേഴ്സും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. ഇതിന് പ്രധാനമായ കാരണം, അപ്പോൾ നമ്മൾ നേരത്തെ കുറേ സെയിൽസ് ട്രെയിനിങ് എടുത്തു. അപ്പോൾ സെയിൽസ് ട്രെയിനിങ് കഴിയുമ്പോൾ ആളുകളൊക്കെ വളരെ മോട്ടിവേറ്റഡ് ആണ്. സെയിൽസിൻ്റെ ഓരോ കാര്യങ്ങളും സ്കില്ലുകളൊക്കെ അവർക്ക് അറിയാം, കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കും. പക്ഷെ പ്രശ്നം അതല്ല, കൺസിസ്റ്റൻ്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഗോകുൽ വേ ഓഫ് സെല്ലിംഗ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അഥവാ 5 പ്രധാനമായ കാര്യങ്ങൾ നമ്മുടെ സെയിൽസ് ടീമിനുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ കൺസിസ്റ്റൻ്റ് റിസൾട്ട് സെയിൽസിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു വാരിയസ് കോൺഫിഡൻസ് എന്ന് പറയും. അഥവാ നമുക്കൊരു യുദ്ധത്തിന് പോകുന്ന ഒരു പടയാളിയുടെ കോൺഫിഡൻസ് എന്തായിരിക്കും, ഒരു മാർഷൽ ആർട്സ് പഠിച്ച ഒരാളുടെ കോൺഫിഡൻസ് എന്തായിരിക്കും, ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ഈ സെയിൽസ് എന്ന ഫീൽഡിൽ നമുക്ക് വേണ്ടത്. കാരണം സെയിൽസ് ഒരു ചാലഞ്ചിങ് ജോബാണ്. ചിലപ്പം നമ്മളെ പോലെ വേണ്ട എന്നൊക്കെ പറയും. ഇപ്പം നമ്മൾ ഒരു നല്ലൊരു പ്രൊജക്റ്റ് മീറ്റിങ്ങിന് വേണ്ടി പോയി. അങ്ങനെ 2-3 തവണ മീറ്റിംഗ് കഴിഞ്ഞു. അവസാനം ആ പ്രൊജക്റ്റ് നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ഏകദേശം ഉറപ്പിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് നമുക്ക് ആ പ്രൊജക്റ്റ് മിസ്സായി പോകുന്നത്. അപ്പോൾ ഇത്രയും എഫേർട്ട് നമ്മളെടുത്ത് ഇത്രയും പ്രതീക്ഷ നമുക്ക് തന്നിട്ട് അവസാനം നമുക്ക് ആ ഇത് നമുക്ക് നഷ്ടപ്പെടാണ്, നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിന് പ്രധാനമായ കാര്യം നമ്മളെ തെറ്റല്ല, നമ്മുടെ പോരായ്മയുമല്ല. അവർക്ക് നിലവിൽ ഒരു എക്സിസ്റ്റിംഗ് സപ്ലയേഴ്സ് ഉണ്ട്, അവർ വളരെ ഉഷാറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ മാറ്റേണ്ട ഒരു സാഹചര്യമില്ല എന്ന് അവർ തീരുമാനിക്കുകയാണ്. നമ്മളെ ഒന്ന് പരിഗണിച്ച് എന്നേ ഉള്ളൂ. അപ്പം സെയിൽസ് എപ്പോഴും ഒരു ചാലഞ്ചിങ് ജോബാണ്. ചിലപ്പോൾ റിജക്ഷൻ വരാം, ചിലപ്പോൾ നമ്മൾ അവരെ ഒബ്ജക്റ്റ് ചെയ്യും, ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് ആ ക്ലയൻസിലേക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ചില ആളുകൾ നമ്മൾ കൺസിഡർ ചെയ്യില്ല, ചില ആളുകൾ ഇനീഷ്യേറ്റ് എന്ന് നമ്മൾ റിജക്റ്റ് ചെയ്യും. ഇങ്ങനെ എപ്പോഴും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ജോബാണ് സെയിൽസ്. അപ്പം നമ്മൾ ടീം എപ്പോഴും ഒരു വാരിയേഴ്സിൻ്റെ കോൺഫിഡൻസ് ലെവലിലേക്ക് അവരെ കോൺഫിഡൻസ് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഒരു ദിവസം ചെയ്താൽ പോരാ, എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ, അത് കൺസിസ്റ്റൻ്റായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ടീം കൺസിസ്റ്റൻ്റ് ആയിട്ട് എംപവർ ആവുള്ളൂ. അങ്ങനെ എംപവർ ആയാലേ നമുക്ക് ഈ കൺസിസ്റ്റൻ്റ് റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം സ്ട്രാറ്റജിക് പ്രസിഷനാണ്. അപ്പോൾ ഇപ്പോൾ ഒരു മാർഷൽ ആർട്സ് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഓരോ മൂവ്മെൻറ്റും വളരെ കാൽക്കുലേറ്റഡ് മൂവ്മെൻ്റ് ആയിരിക്കും. ഹീ നോസ് ദാറ്റ്, കാൽക്കുലേറ്റഡ് മൂവ്മെൻ്റ് ആയിരിക്കും. ഇതേപോലെ സെയിൽസിൽ എല്ലാം ഒരു കാൽക്കുലേറ്റഡ് മൂവ്മെൻ്റ് ആയിരിക്കും. നമ്മൾ അളന്ന് മുറിച്ചിട്ട് വേണം മൂവ് ചെയ്യാൻ. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും പവർഫുൾ ആയിരിക്കണം, ആ സാഹചര്യത്തിനനുസരിച്ചായിരിക്കണം. നമ്മൾ ഡെയിലി ക്ലോസ് ചെയ്യുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകുന്ന മൂവ് ചെയ്യിക്കുന്ന രൂപത്തിലുള്ള പവർഫുൾ ആയിട്ടുള്ള വേർഡ്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, സ്ക്രിപ്റ്റ് ചെയ്യണം. ഈ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ഒരു സെയിൽസ് ടീമിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. എന്നാലേ നമുക്ക് സെയിൽസ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാൻ പറ്റുള്ളൂ. വേറൊന്ന്, ഒരു ഡിസിപ്ലിൻഡ് എക്സിക്യൂഷനാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ഇപ്പോൾ പല ആളുകളുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഭയങ്കര മെസ്സേജ് ആയിരിക്കും, ഇന്ന് കുറേ ക്ലയൻസിനെ കോൺടാക്ട് ചെയ്യും, 1-2 മീറ്റിംഗ് നാളെ എടുക്കും, പിന്നെ വീണ്ടും എനർജി ഡൗൺ ആകും, പിന്നെ ഈ മേഖലയിലേ വരില്ല, പിന്നെ ഇങ്ങനെ കിടന്ന് അങ്ങോട്ട് നിന്ന് കുറേ വിസിറ്റിംഗ് കാർഡ് അങ്ങോട്ട് കറക്കി, കുറേ ഇങ്ങോട്ട് കറക്കി, കുറേ മൊബൈൽ മേൽ കളിച്ച്, കുറേ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇങ്ങനെ ടൈം ഒരുപാട് വേസ്റ്റ് ആകും. അത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് ഇല്ല. ഫോക്കസ്ഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം സെയിൽസിൻ്റെ ഓരോ പ്രോസസ്സിലും അപ്പം പുതിയ കസ്റ്റമറെ ഓരോ ദിവസവും കണ്ടെത്തണം, അതിന് കൺസിസ്റ്റൻസി വേണം. കണ്ടെത്തിയ കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യുന്ന വിഷയത്തിൽ കൺസിസ്റ്റൻസി വേണം. നമ്മുടെ പ്രസൻറ്റേഷന് നല്ല കൺസിസ്റ്റൻസി വേണം. നിരന്തരം പ്രസൻറ്റേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. ആ ഒരു കൺസിസ്റ്റൻ്റ് എക്സിക്യൂഷൻ നമ്മുടെ ടീമിൽ കൊണ്ടുവന്നാൽ നമ്മുടെ സെയിൽസ് കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. വേറൊന്ന് എത്തിക്കൽ ഇൻറ്റഗ്രിറ്റിയാണ്. എങ്ങനെയെങ്കിലും ഈ സെയിൽസ് അവനെ കൊണ്ട് ഇങ്ങോട്ട് പിടിപ്പിക്കുക എന്നുള്ളതാവരുത് നമ്മുടെ ലക്ഷ്യം. വാല്യൂ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. നമ്മുടെ സർവീസ് അങ്ങനെ ആയിരിക്കണം, നമ്മുടെ ഫോളോ അപ്പ് അങ്ങനെ ആയിരിക്കണം. കസ്റ്റമറെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുന്ന രൂപത്തിലേക്ക് നമ്മൾ പെരുമാറണം. എങ്ങനെങ്കിലും ഈ സാധനങ്ങൾ വാങ്ങിയാൽ മതി, നമുക്ക് പൈസ കിട്ടിയാൽ മതി, എന്ത് വില കൊടുത്തും ഇത് ഡീല് ക്ലോസ് ചെയ്യണം, അതല്ല.
അവർക്ക് എത്ര നല്ല വാല്യൂ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അതിലായിരിക്കണം ഫോക്കസ്. അഥവാ നേരും നെറിയുമുള്ള ഒരു ഇൻറ്റഗ്രിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഒരു എത്തിക്കൽ ഒരു ഡിലീമ നമുക്ക് എപ്പോഴും ഇതിൽ വേണം. അങ്ങനെ മൂവ് ചെയ്യുമ്പോഴേ നമ്മൾ ടീം എംപവർ ആവുള്ളൂ. അങ്ങനെ വരുമ്പോഴേ നമുക്ക് കൺസിസ്റ്റൻ്റ് റിസൾട്ട് ശേഷി നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം വെൽ ലൈക്ക് കോമ്പോസ് എന്ന് പറയും. അഥവാ കാമായിരിക്കണം. നമ്മളെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റണം. ഇതൊരു ചാലഞ്ചിങ് ജോബാണ്. ഇവിടെ എന്തും സംഭവിക്കാം. നമ്മളെ കുറ്റപ്പെടുത്താം, നമ്മളെ ചീത്ത പറയാം, നമ്മളെ ഇറക്കി വിടാം, നമ്മൾ ഫോൺ എടുക്കാതിരിക്കാം, നമ്മളെ മെസ്സേജിന് മറുപടി തരാതിരിക്കാം. ഇങ്ങനെ കുറേ ഉണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ കുറേ സംസാരിക്കല്ല, നമ്മൾ വളരെ കാമായിരിക്കണം. പരമാവധി ഈ ക്ലയൻസിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ള ആ ഒരു കാമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണം. ശരിക്കും അങ്ങനെയാണ്. ഒരു പടയാളി അങ്ങനെയാണ്. ഒരു മാർഷൽ ആർട്സ് പഠിച്ച ആളാണ്. അയാൾ കിട്ടുന്ന സമയത്ത് അറ്റാക്ക് ഫുൾ ടൈം അറ്റാക്ക് അല്ല, അത് വളരെ കമ്പോസ് ചെയ്ത് ഇങ്ങനെ നിന്ന് കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് ഒരു സാവധാനം അത് മനസ്സിലാക്കി ഒരു സമാധാനത്തോടു കൂടെയാണ് സെയിൽസ് ടീം വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ കയ്യിലേക്ക് ഒരു കൺട്രോൾ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു അതിന് മെഡിറ്റേഷൻ ചെയ്യാം, നമുക്ക് ജേണൽ എഴുതാം, നമുക്ക് ഗോളിലൊക്കെ വർക്ക് ചെയ്യാം. നമ്മുടെ ഓരോ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് നമുക്ക് അത് നോക്കാം, സ്ക്രിപ്റ്റുകൾ പഠിക്കാം. ആ സ്ക്രിപ്റ്റുകൾ വെച്ച് അവരെ കേൾക്കാൻ, അവരെ നീഡ് എന്താണോ അത് അൺകവർ ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടി സമയം കണ്ടെത്തുന്ന രൂപത്തിലേക്ക് നമ്മളെ സെയിൽസ് ടീമിനെ മാറ്റിയെടുത്താൽ നമുക്ക് ഈ സെയിൽസിൻ്റെ ഈ കൺസിസ്റ്റൻ്റ് പ്രശ്നം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സെയിൽസ് കൺസിസ്റ്റൻ്റ് ആവും കുറച്ച് മാസങ്ങൾ. പിന്നെ അതിങ്ങനെ ഗ്രാജുവലി ഓരോ മാസം ചെറിയ ചെറിയ രൂപത്തിൽ നമ്മുടെ സെയിൽസ് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ സെയിൽസ് ടീമിന് വേണ്ടത് ഈ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്. അഥവാ ഒന്ന് ഞാൻ പറഞ്ഞു, ആ വാരിയേഴ്സിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് നമ്മുടെ ടീമിന് വേണ്ടത്. പിന്നെ നമ്മൾ ഒരു സ്ട്രാറ്റജിക് പൊസിഷൻ ആയിരിക്കണം. അളന്ന് മുറിച്ച് കാൽക്കുലേറ്റ് ചെയ്ത മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവേണ്ടത്. വേറൊന്ന് ഡിസിപ്ലിൻഡ് എക്സിക്യൂഷൻ ആയിരിക്കണം. നല്ല ഫോക്കസ്ഡ് ആയിരിക്കണം. കൺസിസ്റ്റൻസി വേണം. ഓൾവേസ് പ്രിപ്പയർ ആയിരിക്കണം. വേറൊന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ എത്തിക്കൽ ഇൻറ്റഗ്രിറ്റി വേണം. നമ്മൾ വാല്യൂ മാക്സിമം നല്ല വാല്യൂ ക്ലയൻറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. വേറൊന്ന് ഞാൻ പറഞ്ഞു, വെൽ ലൈക്ക് കോമ്പോഷർ. നമ്മൾ വളരെ സമാധാനത്തോടു കൂടെ നമ്മൾ അവരെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അവരെ കേൾക്കാൻ കൂടുതൽ സമയം കണ്ടെത്തി അങ്ങനെ ഒരു ടീമായി നമ്മുടെ സെയിൽസ് ടീമിനെ മാറ്റിയെടുത്താൽ നമുക്ക് എപ്പോഴും സെയിൽസ് കൂട്ടിക്കൊണ്ടേ വരാം. കൺസിസ്റ്റൻ്റ് സെയിൽസ് നമുക്ക് വരും. കമ്പനിയുടെ ബാലൻസ് തകരില്ല. നമ്മുടെ ക്യാഷ് ഫ്ലോ എപ്പോഴും മാനേജ് ചെയ്ത് പോകാൻ നമുക്ക് പറ്റും. ഇങ്ങനെ വന്ന് നമുക്ക് നമ്മുടെ പ്രോഫിറ്റൊക്കെ മാർജിൻ ചെയ്ത് കമ്പനി സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. വീണ്ടും മറ്റൊരാശയവുമായി കാണാം. താങ്ക് യു വെരി മച്ച്.